ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഖബർസ്ഥാനിനെ കുറിച്ച് പിന്നീട് മഹാന്മാര് പറഞ്ഞതാണ്. തെക്കൻ കേരളത്തിന്റെ അറിവിന്റെ വിസ്മയം തീർത്ത മഹാനായ തഴവ ഉസ്താദ് എഴുതി വെച്ചിട്ടുണ്ട്, അടക്കിക്കഴിഞ്ഞാൽ പിന്നെ ഖബറിൽ നിന്ന് കസ്തൂരിയേക്കാൾ പരിമളം വീശുന്നു. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹിമഹുല്ലാഹിയുടെ മയ്യത്തടക്കി കഴിഞ്ഞിട്ട് ആ മൺതരികൾക്ക് പോലും കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ടായിരുന്നു എന്നാണ്. എന്താണ് കാരണമെന്നറിയോ? ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമായിരുന്നു, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ അറിവായിരുന്നു. ബഹുമാനപ്പെട്ട ശൈഖുനാ കെ.പി. അബൂബക്കർ സറത്ത് അവർകൾ മരണപ്പെട്ടു പോയി. അവിടുത്തെ മുഖത്തെക്കുറിച്ച് ഉസ്താദുമാര് പറയുകയാണ്, അവിടുത്തെ പൂമുഖത്തെക്കുറിച്ച് അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട ഗുരുവര്യന്മാര് പറയുകയാണ്, ജീവിച്ചിരുന്നപ്പോൾ പ്രിയപ്പെട്ടവർ പ്രചരിക്കുന്നത് കണ്ടിട്ടില്ല, മരണപ്പെട്ടതിന് ശേഷം ആ പൂനിലാവ് പോലെ ഉദിച്ചു നിൽക്കുന്ന പൂമുഖമാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. വടക്കം മലബാറിൽ നിന്ന് സയ്യിദന്മാർ, ഗുരുവര്യന്മാർ, മശായിഖന്മാർ ഹൃദയം കൊണ്ടാണ് എഴുതി അയക്കുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ശൈഖുന, ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, അറിവിന്റെ മഹാനായ പണ്ഡിതൻ, അഴകിന്റെ ഏറ്റവും വലിയ വിസ്ഫോടനം തീർത്ത മഹാപണ്ഡിതൻ, തഖ്വയുടെ താഴ്മയുടെ ഏറ്റവും വലിയ വിനയത്തിന്റെ താഴികക്കുടം തീർത്തവരാണ് ബഹുമാനപ്പെട്ട കെ.പി. അബൂബക്കർ സറത്ത് എന്ന് ലോകം മുഴുവനും തലവിളിക്ക് സംവദിക്കുമ്പോ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, കെ.പി. ഉസ്താദ് അവർക്കാർക്കും പൈസ കൊടുത്തിട്ടില്ല, കെ.പി. ഉസ്താദ് അവരെ മക്കളെ പഠിപ്പിച്ചിട്ടില്ല, കെ.പി. ഉസ്താദ് അവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഒരേ ഒരു കാര്യമേ ചെയ്തിട്ടുള്ളൂ, അത് ഇൽമാണ്, ഇൽമാണ്, ഇൽമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഉസ്താദിന്റെ മാതാപിതാക്കൾക്ക് എത്ര ഗുണം കിട്ടും ഖബറില്, ഉസ്താദിനെ പഠിപ്പിച്ച ഗുരുനാഥന്മാർക്ക് എത്ര ഗുണം കിട്ടും ഖബറില്. അവരെ ഖബറിന്റെ അകത്ത് നിരന്തരം വിജ്ഞാനത്തിന്റെ വിപ്ലവത്തിന്റെ നിലയ്ക്കാത്ത പ്രതിഫലത്തിന്റെ പ്രവാഹം കിട്ടൂലേ എന്റെ പ്രിയപ്പെട്ടവര്.